പ്രിയമുള്ളവരെ നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ, താരങ്ങളുടെ സംഘടനയായ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു. ലാലേട്ടൻ രാജിവെച്ച് അതിൽ നിന്നും മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ രാജി അല്ലെങ്കിൽ ഈ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടത് സോഷ്യൽ മീഡിയയിൽ മാപ്രകൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മുനയൊടിക്കലാണ്. കാരണം ഇനി ഒരു മാധ്യമ പ്രവർത്തകനും ചോദിക്കാൻ പറ്റില്ല എന്നാണ് രാജിവെക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ രാജിവെക്കുമെന്ന്. അപ്പോൾ ഭരണസമിതി പിരിച്ചുവിട്ടപ്പോൾ ഇപ്പോൾ നാഥനില്ല ഒരു കളരി പോലെയായി. എന്നാൽ താമസിയാതെ ഒരു ഭരണസമിതി ഉണ്ടാകും, അതിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാവുകയും ചെയ്യും. മലയാള സിനിമയിലെ താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുവാനും വേണ്ടിയിട്ടാണ് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെട്ടത്. അതിൽ പുഴുക്കുത്തുകൾ ഇല്ലാതില്ല, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. എന്നാൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഏതാനും ചിലർ സോഷ്യൽ മീഡിയകളിൽ തന്നെ 15 പേര് പീഡിപ്പിച്ചു, 20 പേര് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒരു സ്ത്രീയോട് പത്രപ്രവർത്തകർ ചോദിക്കാനാണ്, നിങ്ങൾക്ക് ഇതിന് വല്ല തെളിവും കൊണ്ടുവന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ സ്ത്രീകളല്ലേ, ഞങ്ങൾ പറയണതാണ് അതിൻ്റെ കാര്യം, ഞങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് അവർ തെളിയിക്കട്ടെ എന്ന്. എന്തൊരു സംഭാഷണമാണത്! ഒരാൾ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന സ്ത്രീ പറയുമ്പോൾ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല എന്ന് ആ നടൻ തെളിയിക്കണമെന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്തരം ആളുകൾ ഇതിൽ മുതലെടുപ്പ് നടത്താനും, കാരണം അവർ നടി എന്ന രീതിയിൽ അവർ അറിയപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ വേറൊരു രീതിയിൽ അവർ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അവരുടെ ലക്ഷ്യം പ്രശസ്തിയും, അതായത് കുപ്രസിദ്ധിയും കൂടെ പൈസയുമാണ്. അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന തിരിച്ചു വരണം, അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ നല്ലൊരു അമ്മയുടെ കൈനീട്ടം. അതായത് ഈ സിനിമയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പ്രായമായിട്ട് വയ്യാണ്ടക്കായി പോകുന്ന ആളുകൾക്ക് മാസം, സിനിമയ്ക്ക് ഇല്ലാതാകുന്ന ആളുകൾക്ക് മാസം കൊടുക്കുന്ന ഒരു തുകയുണ്ട്, അമ്മയുടെ കൈനീട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആരും തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്ന് പറഞ്ഞ പോലെ എല്ലാവരും തെറ്റൊക്കെ ചെയ്യും. സിനിമാ മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലില്ലേ, മറ്റു തൊഴിലിടങ്ങളിലില്ലേ, ഫേസ്ബുക്കിലില്ലേ, അല്ലെങ്കിൽ കവികൾക്കിടയിലില്ലേ, എല്ലാവർക്കിടയിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ സിനിമാക്കാർക്കിടയിലും. അതിനെ ഇങ്ങനെ വീർപ്പിച്ച് കാണിച്ച് പത്രക്കാരൊക്കെ കൂടി എന്തോ വലിയ സംഭവമാക്കി മലയാള സിനിമയിലുള്ളൊരു മുഴുവൻ ലൈംഗിക ചൂഷണം നടത്തുന്നവരാണ്, അല്ലെങ്കിൽ കാമപ്രാന്തന്മാരാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഭരണസമിതിയൊക്കെ പിരിച്ചുവിടേണ്ടി വന്നത്. പീഡിപ്പിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പീഡിപ്പിച്ചവർ അവരെ ന്യായീകരിക്കുന്നതല്ല. ആരാണ് പീഡിപ്പിച്ചത് അവർ ശിക്ഷ അറിയിക്കുന്നവരാണ്, അവരെ ശിക്ഷിക്കേണ്ടതാണ്. പക്ഷെ ആ ഒരു പേരിൽ കാടടിച്ച് വെടിവെച്ച് എല്ലാവരെയും കൂടി വളരെ മോശക്കാരായ രീതിയിൽ പത്രക്കാർ കാണിക്കുന്നതോ അല്ലെങ്കിൽ അതിനിടയിൽ വളരെ മോശം കമൻ്റ് ഇടുന്നതോ ഒക്കെ വളരെ മോശമാണ്. മലയാള സിനിമയിൽ തന്നെ എത്രയോ ആളുകൾ, നല്ല ആളുകളുണ്ട്, ഇതിനു മുമ്പ് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞ സംഘടന വരണം. അതിൽ നല്ല ഊർജ്ജസ്വലരായ, നല്ല കഴിവുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെരുദോഷമൊന്നും കേൾപ്പിക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ പെരുദോഷം കേൾപ്പിക്കാത്ത ആളുകൾ വരണം. സ്ത്രീകളും ഉണ്ടായിരിക്കണം കമ്മിറ്റിയിലൊക്കെ. അപ്പോൾ അടുത്ത അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇല്ലാത്ത അമ്മയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.